ഹേ ഗായ്സ്, ഇന്ന് നമ്മൾ അടുത്ത ഒരു ഹോസ്പിറ്റൽ വ്ലോഗാണ്. കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ പോക്കിന്റെ മേളമാണ്. ഇന്നും നമ്മൾ ചൈതന്യ ഹോസ്പിറ്റലിലാണ് വന്നത്. പക്ഷേ ഇന്ന് ഉമ്മയെ കാണിക്കാനല്ല, എന്നെ കാണിക്കാനാണ് വന്നത്. ഉമ്മയുടെ ഡ്രസ്സ് കണ്ടിട്ട് ഇന്നലെ ഇന്ന് ഒരേ ഡ്രസ്സാണ്, കുളിക്കുന്നില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇന്നലെ ഇട്ട ഡ്രസ്സും ഇന്നത്തെ ഡ്രസ്സും സിമിലർ കളറാണെന്നേ ഉള്ളൂ. രണ്ട് ഡിഫറെന്റ് ഡ്രസ്സാണ്. ഇത് പ്രത്യേകം പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം വീഡിയോ കാണുമ്പോൾ തന്നെ രണ്ടും ഒരേപോലെയാണ് ഫീൽ ചെയ്യുന്നത്. നമ്മൾ കുളിക്കാത്ത നനയ്ക്കാത്ത ഫാമിലിയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുതല്ലോ എന്ന് വെച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്ന് എന്നെ കാണിക്കാനാണ് വന്നത്. ഇന്നലെ നമ്മൾ വന്നപ്പം ബാത്തുവിന്റെയും ഉമ്മയാണ് കാണിച്ചത്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ടൈം പോകുന്നത് കൊണ്ടാണ് എന്നെ കാണിക്കാതിരുന്നത്. എനിക്ക് ഇതുവരെ പ്രത്യേകിച്ച് കണ്ണിന് പ്രശ്നമൊന്നുമില്ല, മാഷാഅല്ലാ. കുറെ നാൾ മുന്നേ ഞാൻ സ്പെക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. പണ്ട് 10th പഠിക്കുന്ന സമയത്ത് ബുക്കൊക്കെ വായിച്ച് ഒരുപാട് സ്ട്രെയിൻ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ സ്പെക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര തലവേദനയായിരുന്നു. അങ്ങനെയാണ് ഒരു ഡോക്ടറിനെ കാണിച്ച് ഡോക്ടർ ഒരു 0.25 സ്പെക്സ് ആണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ജസ്റ്റ് സ്ട്രെയിൻ വരുമ്പോൾ മാത്രം വെക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ഏകദേശം 1 വർഷത്തോളം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് യൂസ് ചെയ്യാതെയായി, ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. ഇപ്പോൾ പിന്നെ വീണ്ടും ബുക്സ് വായിക്കാൻ തുടങ്ങിയപ്പോഴും ഫോൺ യൂസേജ് കൂടിയപ്പോഴും നല്ല സ്ട്രെയിൻ ഉണ്ട്. അപ്പൊ ഭയങ്കര തലവേദനയാണ്. അപ്പൊ എനിക്ക് സൈനസൈറ്റിസ് ഉണ്ടോന്നും കൂടി ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നിപ്പോ നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി നേരെ ഉച്ചയ്ക്ക് ഹോസ്പിറ്റലിലോട്ടാണ് വന്നത്. ഞാനും ഉമ്മയും അനസുക്കായും കൂടിയാണ് വന്നത്. അനസുക്ക എന്റെ ഡിസ്റ്റന്റ് കസിൻ ആണ്. ഇവിടെ വന്നപ്പോഴേക്കും ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഇക്കായും കൂടെ ഉണ്ടായിരുന്നു. വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് രണ്ടുപേരും കണ്ണും ചെവിയൊക്കെ പൊത്തിയിരിക്കുന്നത്. ഭയങ്കര നാണികളാണ്. അതുകൊണ്ട് ക്യാമറ ഓൺ ആക്കുമ്പോഴേ കണ്ണൊക്കെ മൂടും. അങ്ങനെ ആദ്യമേ നമ്മൾ ഐ ടെസ്റ്റ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നത്. അപ്പൊ ഐ ടെസ്റ്റ് ചെയ്തിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. വീഡിയോ ഇപ്പൊ എഡിറ്റ് ചെയ്യപ്പോഴാണ് ഞാൻ എന്റെ കൊടവയർ ശ്രദ്ധിച്ചത്. നല്ല രീതിക്ക് ഗുണ്ടുമണിയായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നൈസായിട്ട് ടോപ്പിക്കിൽ നിന്ന് വിട്ടുപോയി. അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിനു ശേഷം ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു. അപ്പൊ ഡോക്ടർ പറഞ്ഞത് നല്ല രീതിക്ക് സ്ട്രെയിൻ ഉണ്ട്. ഇപ്പൊ പ്ലസ് പവർ ആയി എന്നാണ് പറയുന്നത്. മുന്നേ എനിക്ക് -0.25 ആയിരുന്നുണ്ടായിരുന്നു. ഇപ്പൊ പ്ലസ് ആയിട്ടുണ്ട്. അതായത് നല്ല സ്ട്രെയിൻ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഇനി മുതൽ സ്പെക്സ് വെക്കണം എന്ന് പറഞ്ഞു. അതായത് ഫോൺ യൂസ് ചെയ്യുമ്പോഴും ഒരുപാട് സ്ട്രെയിൻ ചെയ്യുമ്പോഴും ഒക്കെ സ്പെക്സ് വെക്കണം എന്ന് പറഞ്ഞു. കണ്ണ് ഭയങ്കര ഡ്രൈ ആണെന്ന് പറഞ്ഞു. അങ്ങനെ അതിനുള്ള ഡ്രോപ്സും തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡൗട്ട് ചെയ്ത പോലെ തന്നെ സൈനസൈറ്റിസ് നല്ലപോലെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള മെഡിസിനും തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും മഴ പെയ്യുന്നുണ്ടായിരുന്നു. അവിടെ നേരെ വാഴക്കാപ്പൊക്കെ മേടിച്ച് കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത്. വീട്ടിൽ ചെന്നപ്പോഴേക്കും മാംഗോസ്റ്റിനുള്ള കാര്യം ഓർമ്മ വന്നു. അങ്ങനെ അതും കുറച്ചെടുത്ത് കഴിച്ചു. എന്നിട്ട് നേരെ അപ്പച്ചിയുടെ വീട്ടിലേക്ക് പോയി. അവിടെ നിന്ന് പിന്നെ സന്ധ്യ ആയപ്പോഴേക്കാണ് തിരിച്ചു വന്നത്. ഉമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന ഡേറ്റ് ആയിരുന്നു ഇന്ന്. ഹോസ്പിറ്റലല്ല, നമ്മൾ ചെറിയാൻ ഡോക്ടറിന്റെ വീട്ടിലാണ് കൺസൾട്ട് ചെയ്യുന്നത്. ഉമ്മയ്ക്ക് പ്രഷർ കൂടിയ കാര്യം ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ചെറിയാൻ ഡോക്ടറാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. പുള്ളി കുറച്ച് ടെസ്റ്റ് ഒക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടെസ്റ്റ് ഒക്കെ ചെയ്തതിന്റെ റിസൾട്ട്സ് ഒക്കെ വാങ്ങിയാണ് നമ്മൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോയത്. ഹോസ്പിറ്റലല്ല, ഡോക്ടറിന്റെ വീട്ടിലാണ് പോയത്. നമ്മളോട് 7:10 എത്തണം എന്നാണ് പറഞ്ഞത്. നമ്മളൊരു 7:15 എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര ടെൻസ്ഡ് ആയിട്ടാണ് ഡോക്ടറിനെ കാണാൻ കയറിയത്. എന്താവും റിസൾട്ട് എന്നറിയാതെ. പക്ഷെ നമ്മൾ വളരെ ഹാപ്പി ആയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. കാരണം എമ്മി കുറച്ച് ദിവസം കൊണ്ട് തന്നെ നല്ല രീതിക്ക് പ്രഷർ റെഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ചെറുതായിട്ട് കൊളസ്ട്രോളും ഉണ്ടായിരുന്നു. അപ്പോൾ ഓയിലി ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് നല്ല രീതിക്ക് വെയിറ്റും കുറഞ്ഞിട്ടാണ് പോയിരുന്നത്. അങ്ങനെ ഡോക്ടർ കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.